എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33-ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. പി.വി. അൻവർ എം.എൽ.എക്കെതിരെ കൂടുതൽ CPM നേതാക്കൾ രംഗത്ത്. പി.വി. അൻവറിനെതിരെ തുറന്നടിച്ച് പാലോളി മുഹമ്മദ് കുട്ടി. SDPIക്കും മതമൗലികവാദി സംഘടനകൾക്കും വേണ്ടിയാണ് അൻവർ സംസാരിക്കുന്നതെന്ന് പാലോളി മുഹമ്മദ് കുട്ടിയുടെ രൂക്ഷ വിമർശനം. നിലമ്പൂര് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ചന്തക്കുന്നിൽ ഒരു പൊതുയോഗം നടന്നു. ഇല്ലേ? ചന്തക്കുന്നിൽ ഇന്നലെ ഞാൻ കേട്ടത് 2-3 അതിൽ പങ്കെടുത്തിട്ടുള്ള 2 ആള് വിളിച്ചിരുന്നു. അവർ പറഞ്ഞത് പങ്കെടുത്തതിൽ ഭൂരിപക്ഷം ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച 2 കൂട്ടരാണ്. അത് SDPIക്കാരും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരും. സാധാരണഗതിയിൽ അവർ ഇത്തരം പൊതുയോഗത്തിൽ വരാറ് പതിവില്ലാത്തതാണ്. അവരാണ് അപ്പൊ എങ്ങനെ വന്നു എന്നുള്ളത് പിന്നെ നമ്മൾ ആലോചിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ അടുത്ത അയൽവക്കത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കേൾക്കുമായിരുന്നു, എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. അതുപോലെ പാർട്ടി സഹാക്കൾ പോയിട്ടുണ്ടാവും. അദ്ദേഹം 5 കൊല്ലം ആദ്യം MLA ആയിട്ട് അത് പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ വിവാദം ഉയർത്തുന്നത് വരെ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ രീതിയിലുള്ള ആക്ഷേപം പാർട്ടി ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം ഈ 2 ആഴ്ച മുമ്പ് വരെ പാർട്ടിയെ സംബന്ധിച്ചോ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ശക്തികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആക്ഷേപം പറഞ്ഞിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് പറ്റി എന്നുള്ള ഒരു സംശയത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയുടെയും പുറപ്പാടിൻ്റെയും പിന്നിൽ മറ്റെന്തെങ്കിലും ശക്തികളുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടി വന്നത്. തൃപ്തികരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ MLA എന്നുള്ള നിലക്ക് ഇവിടെ വിട്ടുപോകുന്ന അദ്ദേഹത്തിന് വിദേശത്ത് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അധികം MLA എന്നുള്ള നിലയിൽ ഇവിടെ ഇല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ആക്ഷേപം ജനങ്ങളുടെ ഇടയിലുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അല്ലാതെ മണ്ഡലത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ശരിയല്ല എന്ന്. RSS ആയിരുന്നു. RSSന്റെ എന്താ വർഗീയവാദിയാണ് എന്നില്ല. ആരെ സന്തോഷിപ്പിക്കാനാണ് അത് പറയുന്നത് എന്നുള്ളത് വ്യക്തമാണ്. മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗും അതിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് ശക്തിയായിട്ടുള്ള പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം മുതലേ സംഘടിപ്പിച്ചിട്ടുള്ളത്. പടിപടിയായിട്ടാണ് ആ കൂടാരത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രീതിയിലേക്ക് വളർന്നു വന്നിട്ടുള്ളത്. എത്രയോ ആരോപണങ്ങൾ ഇതുപോലുള്ളത് കേട്ട് തടംപിച്ച പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ ആ തരത്തിലുള്ള ആരോപണങ്ങളെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിന് യാതൊരു മാറ്റവും ഉണ്ടാകാറില്ല. കാരണം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടാണ് പാർട്ടി തീരുമാനം എടുക്കുന്നത്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിലപാട് ആ സ്ഥിതിഗതികളിൽ മാറ്റം വരാത്തിടത്തോളം കാലം അതിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അപ്പം അതുകൊണ്ട് പാർട്ടിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ രാജ്യത്ത് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് രാജ്യം നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 50 കൊല്ലകാലത്തോളം കോൺഗ്രസ് രാജ്യം ഭരിച്ചു. ആ ഭരണത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എതിർപ്പും സമരങ്ങളൊക്കെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു ശക്തിയാണെന്ന് ഭരിക്കുന്നത്. ആ ശക്തി എന്ന് പറയുന്നത് രാജ്യത്ത് അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുക, വർഗീയ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ആ വർഗീയ ശക്തികളുടെ പിന്തുണയിൽ അവരുടെ പിൻബലത്തിൽ അധികാരം ഉറപ്പിക്കുക എന്നുള്ള നിലപാടാണ് അവർക്ക്. അതുമായി വിട്ടുവീഴ്ച കൂടാതെ ആ നയത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് CPM. ആ CPM-നെയാണ് ആ RSSO അതല്ലെങ്കിൽ അതുപോലുള്ള വർഗീയ ശക്തികളുടെ കൂട്ടത്തിലേക്ക് അതല്ലെങ്കിൽ അവരുടെ ആ പ്രവർത്തനത്തിലെ പങ്കാളികളാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങളാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടുകൾ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാട്.